ഹായ് ഫ്രണ്ട്സ്, വീട്ടിലിരുന്നു കൊണ്ട് കയ്യിലുള്ള സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. SBI ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിലും പോകാതെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തികച്ചും പേപ്പർലെസ്സായി ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഡെബിറ്റ് കാർഡ് ബൈ പോസ്റ്റ് നിങ്ങൾക്ക് വീട്ടിൽ അയച്ചു തരുന്നതാണ്. ഇൻ്റർനെറ്റ് ബാങ്കിങ്ങിനുള്ള യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇതിൽ എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് SBI അക്കൗണ്ട് എടുക്കാം എന്നതിനെക്കുറിച്ച് മൊത്തം വീഡിയോയും കാണിക്കുന്നതാണ്. സോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അതുവഴി നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ആദ്യം പ്ലേ സ്റ്റോറിൽ നിന്നും യോനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. യോനോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ ന്യൂ ടു SBI എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജിലേക്ക് എത്തുന്നു. ഇവിടെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് എന്നും ഇൻസ്റ്റാ സേവിങ്സ് അക്കൗണ്ട് എന്നും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓൺലൈൻ അക്കൗണ്ട് എടുക്കാൻ നമ്മൾ അപ്ലൈ നൗ കൊടുക്കേണ്ടത് ഇൻസ്റ്റാ സേവിങ്സ് അക്കൗണ്ടിലാണ്. ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ ബാങ്ക് ത്രൂ എടുക്കുന്ന അക്കൗണ്ടാണ്, അതിന് ബ്രാഞ്ചിൽ പോകേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഇൻസ്റ്റാ സേവിങ്സ് അക്കൗണ്ട് നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് ഓൺലൈൻ വഴി തന്നെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ മിനിമം ബാലൻസ് റിക്വയർമെൻ്റ് ഇല്ല. ഇതിൽ ട്രാൻസാക്ഷൻ എമൗണ്ട് 1 ലക്ഷം രൂപ വരെ ഉള്ളൂ. ഈ ട്രാൻസാക്ഷൻ എമൗണ്ട് ലിമിറ്റേഷൻ നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബ്രാഞ്ചിൽ പോയി, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ബ്രാഞ്ചിൽ പോയി നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ലിമിറ്റ് 1 ലക്ഷം എന്നുള്ള ലിമിറ്റ് എമൗണ്ട് നിങ്ങൾക്ക് നോർമൽ അക്കൗണ്ട് പോലെ ആക്കാവുന്നതാണ്. സോ നമുക്ക് ഇപ്പോൾ ഓൺലൈൻ അക്കൗണ്ട് എടുക്കാനായിട്ട് ഇൻസ്റ്റാ സേവിങ്സ് അക്കൗണ്ടിൻ്റെ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓപ്ഷൻ അപ്ലൈ ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ വായിച്ചതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇതിൽ ഈ പേജിൽ നിങ്ങൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം. എന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ കൊടുത്ത നമ്പറിലോട്ട് ഒരു OTP SMS ആയി വരുന്നതാണ്. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. ഈ പേജിൽ നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മിനിമം 8 ക്യാരക്ടറെങ്കിലും ഉണ്ടായിരിക്കണം. അത് കോമ്പിനേഷൻ ഓഫ് ലെറ്റേഴ്സ് ഇൻ അപ്പർ ആൻഡ് ലോവർ കേസ്, ലോവർ കേസിലും അപ്പർ കേസിലുള്ള ലെറ്റേഴ്സിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കണം. മാത്രമല്ല ഡിജിറ്റ്സ് വേണം, സ്പെഷ്യൽ ക്യാരക്ടർ വേണം. വീണ്ടും എൻ്റർ ആപ്ലിക്കേഷൻ പാസ്വേഡ് എന്നുള്ളത് ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നതാണ്. ആ ക്വസ്റ്റ്യൻസ് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തതിനു ശേഷം അതിനൊരു ആൻസർ കൂടെ കൊടുക്കുക. ഇത് ഓർമ്മിച്ച് വെച്ചിരിക്കുക, കാരണം നിങ്ങൾക്ക് ഭാവിയിൽ പാസ്വേഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വഴിയാണ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വീണ്ടും നെക്സ്റ്റിൽ താക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വാർണിംഗ് വരുന്നതാണ്. അതായത് 15 ദിവസത്തിനകം നിങ്ങൾ ഈ ഡേറ്റാസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ കൊടുത്ത ഡേറ്റാസ് എല്ലാം ലോസ് ആയി പോകുന്നതാണ് എന്നുള്ള വാർണിംഗ് വരുന്നതാണ്. അതിനുശേഷമുള്ള ഇതിൽ ടിക്ക് മാർക്ക് ചെയ്യുക. അടുത്ത പേജിലും നിങ്ങൾ എഗ്രി ടു ദ എബോ എന്നുള്ള ടിക്ക് മാർക്ക് ചെയ്യുക. സോ പിന്നെ വരുന്ന പേജ് എന്ന് പറയുന്നത് നമ്മൾ ആധാർ കാർഡ് നമ്പർ ഒന്നെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വിർച്വൽ ID നമ്പർ അടിച്ച് നമുക്ക് ആധാറിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുകയാണ്, ഒരു ആധാർ നമ്പർ. അതിനുശേഷം നമ്മൾ ഈ ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിലോട്ട് നമ്മൾ ഒരു OTP പോകുന്നതാണ്. ഈ OTP നമ്മളിവിടെ എൻ്റർ ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് ഇതാക്കുക. സോ അപ്പോൾ നമുക്ക് അടുത്ത പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള പ്ലേസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഇനി കൊടുക്കേണ്ടത് നമ്മുടെ സിറ്റി, കൺട്രി ഓഫ് ബർത്ത്, സിറ്റിസൺഷിപ്പ്, നാഷണാലിറ്റി, ഇത്രയും സ്ഥലങ്ങളാണ് നമ്മൾ ഈ പേഴ്സണൽ ഡീറ്റെയിൽസിൽ കൊടുക്കേണ്ടത്. ബാക്കി ആധാർ ലിങ്ക് ചെയ്തുകൊണ്ട് തന്നെ ബാക്കി ഡീറ്റെയിൽസ് അവർക്ക് കിട്ടുന്നതാണ്. സോ നമ്മൾ അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സ്, പിൻകോഡ് എല്ലാം ഉൾപ്പെടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഡിസ്ട്രിക്റ്റ്, നമ്മുടെ സബ് ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ വില്ലേജ് ഇങ്ങനെയുള്ളവ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത പേജ് വരുന്നത് നമ്മുടെ പാൻ ഡീറ്റെയിൽസിനാണ്. പാൻ നമ്പർ എൻ്റർ ചെയ്യണം. നമ്മുടെ പാൻ നമ്പർ എൻ്റർ ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ആധാറിലുള്ള ഫോട്ടോ എല്ലാം കാണിക്കുന്നതാണ്. സോ വീണ്ടും നമ്മൾ ഇത് കൺഫേം ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ എന്താണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അത് നമുക്കിവിടെ കൊടുക്കാം. അതിനുശേഷം മെറിറ്റൽ സ്റ്റാറ്റസ് ചോദിക്കുന്നു. അതിനുശേഷം നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് ഫാദേഴ്സ് നെയിം, പിന്നെ ഫാദേഴ്സ് നെയിം, അഡ്രസ്സ്, ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഈ അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക.
പിന്നെ ചോദിക്കുന്നത് നമ്മുടെ ആനുവൽ ഇൻകം ചോദിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ആനുവൽ ഇൻകം ഇവിടെ ടൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ അഡീഷണൽ ഡീറ്റെയിൽസിൽ അടുത്തത് ഒക്യുപ്പേഷനാണ്. സർവീസ് എന്താണ് നമ്മുടെ ഒക്യുപ്പേഷൻ, ആ ഒക്യുപ്പേഷൻ നമ്മൾ മെൻഷൻ ചെയ്യുക. പിന്നെ നോമിനി ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണമെങ്കിൽ നോമിനീസ് നെയിം, റിലേഷൻഷിപ്പ്, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ഗാർഡിയൻ നെയിം, ഗാർഡിയൻസ് ഏജ്. അത് മൈനർ ആണെങ്കിൽ മാത്രം ഗാർഡിയൻ നെയിമും ഏജും കൊടുക്കേണ്ടി വരുള്ളൂ. നോമിനി ഡീറ്റെയിൽസ്, നോമിനി അഡ്രസ്സ് സെയിം ആണെങ്കിൽ നമ്മളിവിടെ ഒരു ടിക്ക് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോമിനി അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച്, ഏത് ബ്രാഞ്ചിലാണ് നിങ്ങൾക്ക്, ഏത് SBI ബ്രാഞ്ചിലാണ് അക്കൗണ്ട് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് വരുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ വരും. നമ്മൾ മുകളിൽ നിന്ന് താഴെ വരെ സ്ക്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് മൊത്തം വായിക്കാൻ നോക്കുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തതിനു ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതാണ്. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ വരുന്നത് ഡെബിറ്റ് കാർഡിൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഡെബിറ്റ് കാർഡിൽ എന്ത് പേര് കൊടുക്കണം എന്നുള്ളത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇതും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഇതും കൂടെ ഈ നെയിമും കൂടെ ടൈപ്പ് ചെയ്ത് അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതാണ്. ഇതിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ SBI അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുക. ഇതിൽ അക്കൗണ്ട് നമ്പർ, CAF നമ്പർ, ബ്രാഞ്ച് കോഡ് ഇവയെല്ലാം കാണാൻ കഴിയും. ഇത് നിങ്ങൾക്ക് SMS ആയും ഈ ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുന്നതാണ്. ഒരു വർഷത്തിനകത്ത് എപ്പോഴെങ്കിലും നിങ്ങളുടെ SBI ബ്രാഞ്ചിൽ പോയി KYC ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ 1 ലക്ഷത്തിൻ്റെ ട്രാൻസാക്ഷൻ ലിമിറ്റ് മാറിക്കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വരുന്ന SMS-ൽ ഒരു യൂസർ നെയിം ഉണ്ടാകും. ഇതുപയോഗിച്ചാണ് നമ്മൾ ഇൻ്റർനെറ്റ് ബാങ്കിങ് ആരംഭിക്കാൻ പോകുന്നത്. ഇത് ഒരു ടെമ്പററി യൂസർ നെയിമാണ്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നേരെ ബ്രൗസറിൽ പോവുക. onlinesbi.com എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. ഇവിടെ ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ ടു ലോഗിനിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഈ പേജ് താഴോട്ട് വരുമ്പോൾ ന്യൂ യൂസർ എന്ന ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വീണ്ടും വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ആക്ടിവേഷൻ ഓഫ് യൂസർ നെയിം സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് SMS ആയി ലഭിച്ച ടെമ്പററി യൂസർ നെയിം കൊടുക്കാം. അടുത്തത് CAF നമ്പറാണ്. അത് നമ്മൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ നോക്കി CAF നമ്പറും ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യണം. എന്നിട്ട് ഈ കാണുന്ന ക്യാപ്ച ഫിൽ ചെയ്യണം. ദെൻ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു OTP SMS ആയി വരുന്നതാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൺഫേം ക്ലിക്ക് ചെയ്യണം. ഈ പേജിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസർ നെയിം ടൈപ്പ് ചെയ്യാം. ശേഷം നിങ്ങൾക്കൊരു പാസ്വേഡ് ചൂസ് ചെയ്ത് ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്യുക. താഴെ വീണ്ടും സെയിം പാസ്വേഡ് തന്നെ റീ എൻ്റർ ചെയ്യുക. ദെൻ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളായി എന്നുള്ള ഒരു മെസ്സേജ് കിട്ടും. ഇനി ഇത് ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് യോനോ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. യോനോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിൽ എക്സിസ്റ്റിംഗ് കസ്റ്റമർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ലോഗിൻ യൂസിങ് ഇൻ്റർനെറ്റ് ബാങ്കിങ് ID എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യെസ് ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. തുടർന്ന് ഒരു കൺസേൺ പേജ് വരും. ഈ കൺസേൺ പേജിൻ്റെ താഴെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്ക് MPIN ക്രിയേറ്റ് ചെയ്യാനാണ് ഈ പേജ്. ഇവിടെ നമുക്ക് ഒരു പുതിയ MPIN സെറ്റ് ചെയ്യാൻ കഴിയും. MPIN സെറ്റ് ചെയ്താൽ പിന്നെ ലോഗിൻ ചെയ്യാൻ യൂസർ IDയുടെയും പാസ്വേഡിൻ്റെയും ആവശ്യമില്ല. MPIN ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ദെൻ ക്ലിക്ക് നെക്സ്റ്റിൽ താക്കുക. യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കാണിക്കുന്നത് കാണാം. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ MPIN ഓപ്ഷനിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത MPIN എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. യോനോ ആപ്പിലൂടെ നിങ്ങൾക്ക് ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗിക്കാനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.